ജോലിയൊക്കെ ആയി വന്ന് നാട്ടിൽ വന്നൊരു 10-20 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ച് ഒരു വാഹനമൊക്കെ വാങ്ങി അവനിങ്ങനെ പോകുമ്പോൾ നിങ്ങൾ പറയണം അൽഹംദുലില്ലാ, നല്ല സന്തോഷം പറയാൻ കഴിയോ? അൽഹംദുലില്ലാ, നല്ല റാഹത്ത്, നല്ല ജോലിയൊക്കെ കിട്ടി, നല്ല വീടൊക്കെ ഉണ്ടാക്കി. കണ്ടില്ലേ നമ്മളെ കൂട്ടുകാരൻ വാഹനത്തിൽ പോകുന്നു. ആ പോകുമ്പോ തന്നെ കണ്ണൊന്ന് മിന്നി, മുഖത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി, ഒന്നിങ്ങനെ ഒരു ഇടങ്ങേറിച്ച നോട്ടാ നോക്കുന്നത്. എന്നാ സൽസ്വഭാവമല്ല, സ്വഭാവം മാറി, രൂപം മാറി, ഭാവം മാറി. നല്ല സ്വഭാവം സ്വീകരിക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹ് കൊടുത്തൊരു നിയമത്തല്ലേ, നമുക്കെന്തിനത് കണ്ണുകടി വേണം? ഒരാൾ രക്ഷപ്പെട്ടല്ലേ, അൽഹംദുലില്ലാ, സന്തോഷമായി എന്നല്ലേ കൂട്ടേണ്ടത്. ഒരാൾക്ക് നല്ലൊരു ജോലി കിട്ടി, അനക്കങ്ങനെ ജോലി കിട്ടിയോ? ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലല്ലോ. എങ്ങനെ അങ്ങനത്തെ ജോലി കിട്ടിയത്? അത്ര വലിയ ജോലിയോ? അതിശയിച്ചുകൊണ്ട് നീ അജബായിക്കൊണ്ട് കിട്ടിയതിൽ നിനക്ക് മനസ്സിലടങ്ങേറ് വേണ്ട. ജോലി കിട്ടി, അൽഹംദുലില്ലാ, സന്തോഷം, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നിലനിർത്തി തരട്ടെ എന്ന് അവനോട് ദ്വാരുന്നുകൊണ്ട് സന്തോഷം പറയാന്നല്ലാതെ കിട്ടിയ ജോലിയിൽ നിനക്ക് ഇടങ്ങേറ് വേണ്ട. അയാൾക്കൊരു ജോലി കിട്ടിയതല്ലേ, നല്ല റാഹത്തോടെ ജീവിച്ചോട്ടെ എന്നൽക്ക് സന്തോഷം പറയണം. അത് സൽ സ്വഭാവത്തിൽ ഏറ്റവും പ്രത്യേകതയാർന്നൊരു സ്വഭാവമാണ്. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് സൽ സ്വഭാവം ഉണ്ടാകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു 3 കാര്യം. ഒന്ന് എന്താണെന്നറിയുമോ? നിന്നോട് അന്യായം പറഞ്ഞവരോട്, ചെയ്തവരോട് മാപ്പ് കൊടുക്കാനുള്ള മനസ്സ്. ആരാണോ നിന്നോട് അന്യായം ചെയ്തത്, അതിക്രമം ചെയ്തത്, പറഞ്ഞത്, അവരോട് പുറത്തു കൊടുക്കാനുള്ള മനസ്സ്. സ്വന്തക്കാരനാകട്ടെ, കുടുംബക്കാരനാകട്ടെ, അന്യവരാകട്ടെ, ആരാകട്ടെ, ചെയ്ത ദുൽമിന് മാപ്പ് കൊടുക്കാനുള്ള മനസ്സ്. 13 വർഷക്കാലം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും മർദ്ദനങ്ങൾക്ക് ഇനി ഒരു കയ്യും കണക്കുമില്ല. A to Z എല്ലാ മർദ്ദന മുറകളും നടത്തിയവർക്കല്ലേ 8 വർഷം മദീനയിൽ താമസിച്ച് മക്കയിൽ വന്നപ്പോ വിശാലമായ മാപ്പ് കൊടുത്തത്. ചെറിയ അഫുവല്ലല്ലോ തങ്ങൾ കൊടുത്തത്, വിശാലമായ മാപ്പല്ലേ. ശിക്ഷയല്ലല്ലോ തങ്ങൾ പ്രഖ്യാപിച്ചത്, പ്രതികാരമല്ലല്ലോ തങ്ങൾ എടുത്തു പറഞ്ഞത്, മാപ്പല്ലേ. സഹോദരങ്ങളെ, ആ അഫു ഏറ്റവും വലിയ സ്വഭാവമാണ്. സൽസ്വഭാവത്തിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് അഫ്ളലു അഖ്ലാഖിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ സ്വഭാവങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവം അൽ അഫൂ, വിട്ടുവീഴ്ച ചെയ്യലാണ്. റമളാനായ നോക്കി നിങ്ങൾ അവസാന 10 കണ്ണീരൊലിപ്പിച്ച് പലരും പറയും, ഇന്നിപ്പോ പറഞ്ഞില്ലേ, പടച്ചോനെ എനിക്ക് മാപ്പായിക്കൊണ്ട. റമളാനായ പറയും അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ. അപ്പൊ അല്ലാഹു തആല പറയും, നീ മറ്റേ ആൾക്കൊന്ന് വിട്ടുകൊടുക്കോ, നിന്റെ അടുത്താക്ക്. അയാൾ നിന്നോട് ചെയ്ത് 2-3 പ്രാവശ്യം വന്ന് മാപ്പാക്കാൻ പറഞ്ഞിട്ടും നീ ഇങ്ങനെ ഉറച്ച ലെവലിൽ നിൽക്കല്ലോ, ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കോ, മാപ്പ് കൊടുക്കോ? അത് കഴിയൂല പഠിച്ചോലെ. എന്നാ അവിടെ നിൽക്കട്ടെ. അത് ശരി, എന്റെ മാപ്പൊക്കെ വേണം, നിനക്ക് വിട്ടുവീഴ്ച ചെയ്യാനൊരു ഒരുക്കുമില്ലല്ലേ. നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുമ്പോ അല്ലാഹു തആല നമുക്ക് വലിയ വിട്ടുവീഴ്ച തരും. അങ്ങനെയാണ് അതിന്റെ മാർഗം. വിട്ടുവീഴ്ച മനോഭാവം, മാപ്പ് കൊടുക്കാൻ, പുറത്തു കൊടുക്കാനുള്ള മനോഭാവം. അത് ഭാര്യമാരോടും വിട്ടുവീഴ്ച ചെയ്യണം, മക്കളോടും വിട്ടുവീഴ്ച ചെയ്യണം, സഹോദരി സഹോദരന്മാരോടും ഒക്കെ വിട്ടുവീഴ്ച ചെയ്യണം. ഏറ്റവും വലിയ വിട്ടുവീഴ്ചയല്ലേ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം നൽകിയത്. 10 ചേട്ടന്മാർക്കും എത്രമാത്രം വലിയ വിട്ടുവീഴ്ച നോക്ക് നിങ്ങൾ. ആ 10 ചേട്ടന്മാരും ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പയിൽ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. തന്റെ ശരീരത്തിലെ വസ്ത്രം പോലും അഴിച്ചു മാറ്റിയവര്. പിന്നെ അവരെ കാണുന്നത് 10-70 വർഷം കഴിഞ്ഞിട്ടാണ്. റേഷൻ വാങ്ങാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വന്നപ്പോഴാണ് ജ്യേഷ്ഠന്മാരാണ്, സഹോദരങ്ങളാണ് വന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോ സൗജന്യമായിട്ടല്ലേ അവർക്ക് ഭക്ഷണം കൊടുത്തത്. അവരിൽ നിന്ന് അന്നത്തെ ആ റേറ്റിനനുസരിച്ചുള്ള വില വാങ്ങിയില്ല. വലിയ വിട്ടുവീഴ്ചയാണ്. 3ാമത്തെ ഘട്ടത്തിൽ തിരിച്ചറിവുണ്ടായപ്പോഴും അപ്പുറത്ത് കാണുന്ന ജയിലിൽ ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും അവരെ ജയിലിൽ അകപ്പെടുത്താതെ പൂർണ്ണമായും അവർക്ക് മാപ്പ് ചെയ്തു കൊടുത്തില്ലേ. രാജാവിന്റെ കസേര സ്ഥാനം കിട്ടിയിട്ട് പോലും സ്വന്തം സഹോദരന്മാരെ പീഡിപ്പിച്ചോ ഇല്ല, മർദ്ദനത്തിനിരയാക്കിയോ ഇല്ല, അകറ്റി നിർത്തിയോ ഇല്ല.
കൊട്ടാരത്തിലാണ് പിന്നീട് അവരുമായി താമസിച്ചത്. 25 വർഷക്കാലം യൂസുഫ് നബി അലൈഹിസ്സലാം ആ സഹോദരന്മാരുടെയും അവരെ കുടുംബത്തോടും ഒപ്പം പിന്നെ താമസിച്ചത് കൊട്ടാരത്തിലാണ്. സഹോദരങ്ങളെ, അത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വിട്ടുവീഴ്ചയുടെ വലിയ ഉദാഹരണമാണ്. ഇരിക്കട്ടെ, രണ്ടാമത്തെ സ്വഭാവം, നിനക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ട് തരാത്തവരുണ്ടോ? അവർക്കൊരാവശ്യം വന്നപ്പോ നിന്നോട് വന്ന് ചോദിച്ചു, നിന്റെ മനസ്സിൽ ആ കറ നേരത്തെയുണ്ട്. 10 വർഷം മുമ്പ് എനിക്കൊരാവശ്യം വന്നപ്പോ ഞാൻ അവരോട് ചോദിച്ചു, അവന്റെ കയ്യിൽ തരാനുണ്ടായിരുന്നു, പക്ഷെ അന്ന് തന്നില്ല. ഇന്ന് അവനൊരു ആവശ്യം വന്നിട്ട് അവൻ ഇങ്ങനെ വന്നിരിക്കാണ്. അതൊന്നും നീ എടുത്തു പറയാതെ, അതൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് കൊടുക്കാനുള്ള മനസ്ഥിതി, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം. ആ ഒരു മനസ്ഥിതി നല്ല സ്വഭാവമാണ്.